ഏകാന്ത തടവനുഭവിക്കുന്ന എന്റെ ഇളയ സഹോദരൻ അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിനു വേണ്ടി അധികാരവർഗത്തോട് യാചിക്കുന്നതിനും ന്യായാധിപന്മാർക്ക് വിവേകബുദ്ധി ഉണ്ടാകുവാനും ഭരണാധികാരികൾക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നിയെങ്കിലും പരോൾ അനുവദിക്കാനും എന്റെ സഹോദരന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നതായ മനുഷ്യാവകാശങ്ങൾ നൽകണമെന്നും യാചിക്കാൻ ഒരിക്കൽ കൂടി ഒരവസരം നിങ്ങൾ എനിക്ക് തന്നു. അതിൽ നിങ്ങളോട് ഞാൻ എന്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ PDPയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ഇവിടെ നടക്കുന്നതെങ്കിലും നമ്മുടെ സഹോദരൻ ഒരു മദനി അതിന് സിംബോളിക്കായി നിൽക്കുന്നുവെങ്കിലും നീതി നിഷേധിക്കപ്പെട്ട് തടവറകൾക്കുള്ളിൽ കഴിയുന്ന ആയിരക്കണക്കിന് വരുന്ന മദനിമാർക്ക് വേണ്ടി യാചിക്കുന്നതിന്, അവരുടെ അവകാശങ്ങളിലേക്ക് ഭരണകൂടത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമകാരുണ്യവാനായ ദൈവം അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സകല ജീവജാലങ്ങളും വൃക്ഷലതാദികളും ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളുമെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവ ഉണ്ടായി. എന്നാൽ മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചു. മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ടവനാണ്. ആ മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസമുതി ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് പകർന്നു തന്നു. അതുവഴി നമുക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് സിദ്ധിച്ചിരിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശം എന്ന പേരിൽ നമ്മൾ കൊണ്ടാടുന്നത്. ഈ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, അതിന് കാരണക്കാരാകുന്ന ഓരോ വ്യക്തിയുടെയും മനുഷ്യാവകാശത്തെ ചവിട്ടി മെതിച്ചു കളയുന്ന ഓരോരുത്തരും ഓർക്കണം, തുറന്നിരിക്കുന്ന മൂക്കിനകത്തേക്കാണ് ദൈവം ശ്വാസം ഊതിയത്. ആ ശ്വാസത്തെ തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്ത നിങ്ങളാണ് നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ന്യായപാലനം നടത്തുന്നത്. മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നത് ഏതോ ഒരു ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ്. എല്ലാ ഭരണകൂടവും ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥമാണ്. ജീവന് സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും നൽകുക എന്നത് മാത്രമല്ല, സ്വാതന്ത്ര്യത്തോടുകൂടി അന്തസ്സായി ജീവിക്കാനുള്ള അവന്റെ അവകാശം അരക്കിട്ടുറപ്പിച്ചു നൽകാൻ ഒരു ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാൻ കഴിയാതെ പോകുമ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ ആരെങ്കിലും കരയും, എന്നെ അടിച്ചാൽ ഞാനും അടിക്കും. കഴിവില്ലായ്മ കൊണ്ട് പറയുന്നതാ, എന്നെ അടിക്കല്ലേ എന്ന് പറയുന്നതിന് പകരം പറയുന്നതാണ്, എന്നെ അടിച്ചാൽ ഞാനും അടിക്കും. അടിക്കുന്നവനെ തിരിച്ചടിക്കുന്നത് തീവ്രവാദമല്ല, എന്നെ അടിച്ചാൽ ഞാൻ അടിക്കുമെന്ന് പറയുന്നത് തീവ്രവാദമാണ്. ഇന്ന് നമ്മൾ കാണുന്നു, അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയോ ഒരു 50 പേര് ഈ റോഡിലൂടെ പ്രകടനം നടത്തിയാൽ അതിന്റെ പേര് കേസ് വരും. എന്നാൽ ഒരു ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ 50,000 റോഡിൽ ഇറക്കി നിർത്തിയാൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഭരണകൂടം സ്തബ്ധിച്ചു നിൽക്കും. എന്ത് തീവ്രവാദമായത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മനുഷ്യാവകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വഞ്ഞാലായി എന്ന് മാത്രം. ഇവിടെ നമ്മുടെ പ്രശ്നം നമ്മളുടെ സഹോദരൻ അബ്ദുൽ നാസർ മദനിയാണ്. ഈ മദനി എന്ത് ചെയ്തു? അധസ്ഥിതന് വേണ്ടി വഴി തുറന്നു.
കാരണം നമ്മുടെ ദൈവം വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുകയും സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നവനുമാണ്. രാജാക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കുകയും താണവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വാസമുള്ള അബ്ദുൽ നാസർ മദനി അധസ്ഥിതന് വേണ്ടി വായ് തുറന്നു. പ്രവാചകനായ മോശ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് പോലെ അധസ്ഥിതന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ഇവർ കടലാസിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ഈ കനൽക്കട്ട ഇന്ന് ഇവരാരും ഉദ്ദേശിക്കുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും പ്രാരാബ്ധങ്ങളിലുമാണെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ചെയ്യിച്ച മുഖ്യമന്ത്രിമാരെ പോലെ ന്യായപീഠത്തിന് മുമ്പിൽ എന്നോട് ദയ കാട്ടണേ എന്ന് പറഞ്ഞ് കുമ്പിട്ട് നിൽക്കുകയല്ല. അബ്ദുൽ നാസർ മദനി എന്താശയത്തിന് വേണ്ടി നിലകൊണ്ടോ ആ ആശയത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി തല ഉയർത്തി നിൽക്കുന്ന സിംഹഗർജനം തന്നെയാണ്. അത് തീവ്രവാദമെന്ന് കരുതുന്നു എങ്കിൽ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് തീവ്രവാദമാണെങ്കിൽ തീവ്രവാദിയാണെന്നതിന് മുദ്രകുത്തിക്കൊള്ളൂ. പക്ഷെ ഒരു കുറ്റപത്രം കൊടുക്കണ്ടേ ഇന്ന തീവ്രവാദമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുൽ നാസർ മദനി ഉയർത്തിയ ഒരു പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് പ്രകോപനപരമായി പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം കണ്ട ബാല്യകാലം ഒരു മുസ്ലിം പുരോഹിതന് പോലും രക്ഷയില്ലാതെ പള്ളിക്കകത്ത് കിടന്നുറങ്ങുന്ന പുരോഹിതന്മാരെ വരെ വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് മദനി പറഞ്ഞു നമ്മൾ ആയുധം എടുക്കണമെന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഇവര് മശിയാ തമ്പുരാന്റെ പേരിലും കേസെടുക്കുമല്ലോ. ഗതവസ്തുവിന തോട്ടത്തിൽ വെച്ച് മശിയാ തമ്പുരാനെ പിടിക്കാനായിട്ട് പടയാളികൾ വരുമ്പോൾ മശിയാ തമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്നു, ഇനി കൈ കാശുള്ളവനെല്ലാം പോയി ആയുധങ്ങൾ വാങ്ങിച്ചുകൊള്ളാൻ, വാളെടുത്തോളാൻ. മനസ്സറിയാൻ വേണ്ടി പറഞ്ഞതാ. ശിഷ്യന്മാർ പറയുന്നു, ഇപ്പോഴേ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ വാളുണ്ട്, അത് ധാരാളം മതി. പക്ഷേ കർത്താവ് പഠിപ്പിച്ചു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പക്ഷേ വാളെടുക്കാൻ പറഞ്ഞതിന് കർത്താവിന്റെ പേര് കേസെടുക്കാത്തത് മഹാഭാഗ്യമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഇന്നത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരമദയനീയമാണ്. പരപ്പന അഗ്രഹാര ജയിലിൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു പക്ഷെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഒരു ഇസ്ലാമിക പുരോഹിതനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു ക്രൈസ്തവ മേലധ്യക്ഷൻ ജയിലിൽ രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീര് വീഴുകയായിരുന്നു. എന്റെ സഹോദരൻ ദുഃഖിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ PDP-യെക്കുറിച്ചോ അല്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഇസ്ലാമായി ജനിച്ച് ഇസ്ലാമായി ജീവിക്കുന്നു. ഏകാന്തതയിലായിരിക്കുമ്പോൾ എനിക്ക് ഖുർആൻ വായിക്കണം. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരെന്നെ ആജീവനാന്തം തടവിലിട്ടിരുന്നാലും ഞാനത് ആസ്വദിച്ചുകൊള്ളാം. ദുഃഖത്തെ ആസ്വദിക്കുന്ന, ഏകാന്തതയെ ആസ്വദിക്കുന്ന ഒരു സിംഹക്കുട്ടിയാണ്. മുൾപ്പടർപ്പിൽ മോശ ദൈവത്തെ കണ്ടതുപോലെ നിങ്ങളിലൂടെ ആ മദനി നൂറ്റാണ്ടുകൾ ജീവിക്കും. നൂറ്റാണ്ടുകൾ. ഇവിടെ ഞാനൊന്ന് യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. നേരെ നോക്കിയപ്പോൾ ഞാനും എന്റെ സഹോദരനോട് നിൽക്കുന്ന ഒരു പടമാണ് ഇവിടെ കാണുന്നത്. ഒരു ഫ്ലക്സ് ബോർഡിൽ എന്റെയും അബ്ദുൽ നാസർ മദനിയുടെയും പടമാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയമില്ല. അദ്ദേഹത്തെ കവലകൾക്ക് തോറും കൊണ്ടു നടന്ന് പ്രസംഗിപ്പിച്ച് വോട്ട് വാരിക്കുട്ടി അധികാരത്തിൽ വന്നവർ അടുത്ത തെരഞ്ഞെടുപ്പായപ്പോ പറഞ്ഞു, അതെന്തോ കുറച്ചിലായിപ്പോയി എന്ന്. എന്തോ കുറച്ചിലായിപ്പോയി. ഇത്തിരി കഴിഞ്ഞ് വേറെ പറഞ്ഞു, ഓനാ പിടിച്ചുകൊടുത്തത്. ഇന്ന് പിടിച്ചുകൊടുത്തവരും പിടിപ്പിക്കാൻ നിന്നവരുമൊക്കെ എവിടെയാണ് അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കാണുന്നു ജീവിതത്തിന്റെ പ്രമുഖമായ ഭാഗം ജയിലിൽ 9 വർഷക്കാലം തടവിൽ പാർപ്പിച്ച് ഒരു കോടതിയും ശിക്ഷ വിധിക്കാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ
കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പീഡിപ്പിച്ചു. നേരത്തെ സ്വാഗത പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എല്ലാ കോടതിയിലും സദ്ദാം ഹുസൈനെ പോലെ വിചാരണ കോടതി മുമ്പാകെ ഞാൻ ഇപ്പോഴും പ്രസിഡന്റ് തന്നെ എന്ന് പറഞ്ഞ സദ്ദാമിനെ പോലെ തല ഉയർന്നു നിൽക്കുന്ന മദനിയെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ശിരസ് കുമ്പിട്ട് നിൽക്കുന്ന മദനിയെ കാണാൻ കഴിയില്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിനെ എന്നല്ല, ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയാലും അവർക്ക് ബോധക്ഷയം വരും. മദനിക്ക് ബോധക്ഷയം വരില്ല. കാരണം മദനി നിലകൊള്ളുന്നത് അതുമാതിരി ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണ്. കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന മനസ്സുകളെ അതിൽ നിന്ന് ചികിത്സിച്ചു മാറ്റാനാണ് മദനി നിലകൊള്ളുന്നത്. കേരളത്തിലെ ആദിവാസികളുടെ ശബ്ദം ഐക്യരാഷ്ട്ര സംഘടന വരെ എത്തിച്ച CK ജാനു ഒരു മൊബൈലിൽ സംസാരിച്ചാൽ മനസ്സിൽ കുഷ്ഠം ബാധിച്ചിരിക്കുന്ന സഹോദരങ്ങൾ പറയും, കണ്ടോ അവിടെ കയ്യിലും മൊബൈല, യവന്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരുടെ കയ്യിൽ 3 മൊബൈൽ കാണും. പക്ഷേ CK ജാനുവിനെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ജാനുവിന് വേണ്ടി സംസാരിച്ചാൽ അത് കുഴപ്പമാണ്. കാരണം ജാനു പ്രതിദാനം ചെയ്യുന്നത് ആദിവാസികളെയാണ്, അധസ്ഥിതനെയാണ്. ആ അധസ്ഥിതന്റെ ശബ്ദമായി, നാവില്ലാത്തവന് നാവായി, കണ്ണു കാണാൻ വയ്യാത്തവന്റെ കാഴ്ചശക്തിയായി അബ്ദുൽ നാസർ മദനി എത്ര കാലം തുടരുമോ അത്രയും കാലം ഭാരതീയ ഓർത്തഡോക്സ് ബിഷപ്പ് അദ്ദേഹത്തോടൊപ്പം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നാലും ചിന്തനയുമായി അവിടെ എത്തും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, പരപ്പന അഗ്രഹാരാജയിലിൽ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ചെന്നു. എന്റെ സഭയിൽ 5-6 പുരോഹിതന്മാരും ഞാനുമായിട്ട് അവിടെ ചെന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വേദന ആരോ എവിടെയോ എന്തൊക്കെയോ തീവ്രവാദം എന്ന് പറയുന്നു. ഈ തീവ്രവാദം ആരുടെ സൃഷ്ടിയാണ്? ഞാൻ എന്റെ 100 പോലീസും കൂടെ ചേർന്നാണ് ഇവിടുത്തെ നക്സൽ വാരിസം അടിച്ചമർത്തിയെന്ന് പറയുന്ന നേതാക്കന്മാരെ കുറിച്ചും കേട്ടിട്ടുണ്ട്. സത്യം എന്താ? ഇവിടെ നക്സൽ വാരിസം ഇല്ലാതെ വരാൻ കാരണം ഇവിടെ പട്ടിണി ഇല്ലാതായി. ഇവിടെ പട്ടിണി ഇല്ലാതാവാൻ കാര്യം എന്താണ്? നമ്മുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി ആടിനും ഒട്ടകത്തിനും വരെ തീറ്റി കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി ചോര നീരാക്കി കേരളത്തിലേക്ക് അയച്ച പണം, ആ പണം അവന്റെ വിശപ്പടക്കി ഇവിടെ പ്രസ്ഥാനങ്ങളുണ്ടായി, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളുണ്ടായി.